ഹലോ, നിങ്ങൾ ചിക്കൻ സാഗ്വാല എന്ന് കേട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. അതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. പല ചിക്കനും സിംപ്ലി പറയാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സാഗ്വാല റെസിപ്പിയാണ്. ഇതൊരു ഓത്തൻറ്റിക് ചിക്കൻ സാഗ്വാല റെസിപ്പിയൊന്നുമല്ല, വീട്ടിൽ ട്രൈ ചെയ്ത് സക്സസ് ആയ ഒരു റെസിപ്പി. അപ്പോൾ അതിനാദ്യം തന്നെ ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഇത്രയും കാര്യങ്ങളിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ശേഷം നമുക്കിതിന് ആവശ്യമായിട്ടുള്ള പാലക്ക് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതും മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ പെരിഞ്ചീരകവും ജീരകവും തുല്യ അളവിലെടുത്ത് അത് പൊടിച്ച് മാറ്റി വെച്ചു. ശേഷം പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി, ഉള്ളി, ഇഞ്ചി ഇത്രയും കാര്യങ്ങൾ അരിഞ്ഞിട്ട് മാറ്റി വെച്ചു. ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ശേഷം അതിലേക്ക് സ്പൈസസ് ആയ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ബേ ലീഫ് ഇത്രയും കാര്യങ്ങൾ ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് അത് ഉടയുന്ന വരെ വഴറ്റുന്നുണ്ട്. അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ജീരകത്തിൻ്റെയും പെരുംജീരകത്തിൻ്റെയും പൊടി അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് അത് വേവാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ് എടുത്ത് നന്നായി തിളപ്പിക്കുക. അതിലേക്ക് നമ്മൾ ആ പാലക്കും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് നേരം വെക്കുക. ശേഷം ഈ പാലൊക്കെ എടുത്തിട്ട് നേരെ നല്ല തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ അതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. പിന്നെ നമ്മുടെ ചിക്കൻ ഒരു 3/4 വേവ് ആവുന്ന സമയത്ത് ഈ അരച്ചു വെച്ചിരിക്കുന്ന പാലക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഇട്ടിട്ട് അതും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഈ ഒരു കട്ടിപ്പച്ചയിൽ നിന്ന് ഒരു ആർമി ഗ്രീനിലേക്ക് മാറുന്ന സമയത്താണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. അതിനുശേഷം കുറച്ച് ബട്ടറും കൂടി ഇട്ട് ഒന്ന് ഇളക്കി സെറ്റാക്കി വെച്ചാൽ സംഭവം റെഡി. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കോമ്പിനേഷൻ ആയിട്ട് കൂട്ടാം. ഇവിടെ നമ്മൾ ചോറിനൂടെ കഴിക്കുന്നത്. ആ ചിരി കണ്ടാൽ അറിയില്ലേ നല്ല രുചിയുള്ളതാണെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.